പ്രിയപ്പെട്ടവരെ, മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിനു മുമ്പ് മുല്ലപ്പെരിയാറിൻ്റെ ജലനിരപ്പ് ഇന്ന് 126.6 അടിയാണ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1886 പാട്ടക്കരാറിൻ്റെ സാധുത പുനഃപരിശോധിക്കാൻ വേണ്ടി സുപ്രീം കോടതി ഈ മാസം 30-നാണ് ആ ഒരു കേസ് പരിഗണിച്ചിരിക്കുന്നത്. അപ്പം 30-ന് നമുക്ക് ആ ഒരു വിധി അറിയാൻ പറ്റും. അതുപോലെ മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം എന്ന നിലയിൽ 2014 സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം തേക്കടി റിസർവോയറിൽ 50 അടി ഉയരത്തിൽ ടണൽ നിർമ്മിച്ചുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് മാക്സിമം വെള്ളം കൊടുക്കുക, അങ്ങനെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി കുറച്ചാൽ കേരളത്തിലുള്ള 6 ജില്ലകളിലെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ഒരു വർഷം കൊണ്ട് ഈ ഒരു നിർമ്മാണം പൂർത്തിയാക്കണം എന്നുള്ളൊരു ആവശ്യം വെച്ചിട്ട് ഒരു സമരം വൈപ്പിലെ മാലിപ്പുറം മൈതാനത്ത് ഒക്ടോബർ 2-ന് വൈകുന്നേരം 4 മണിക്ക് ഈ ഒരു സമരം നടക്കുന്നുണ്ട്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സുപ്രീം കോടതി അഭിഭാഷകൻ കാളീശ്വരം രാജ് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് സുരക്ഷിതമായി നിർത്താൻ വേണ്ടി ടണൽ വഴി മാക്സിമം വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവുക. അതുപോലെ 1888 ആ ഒരു പാട്ടക്കരാർ റദ്ദാക്കണം. പിന്നെ പുതിയ ഡാം നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ ഉപേക്ഷിക്കുക. ഈ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ കോർഡിനേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വാഹനജാഥ നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഒരു നിവേദനം നൽകിയ കാര്യം ജനറൽ കൺവീനർ KS പ്രകാശ് അറിയിച്ചിട്ടുണ്ട്. ഈ വാഹനജാഥ ഒക്ടോബർ 9-ന് രാവിലെ ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കും. ഒക്ടോബർ 10-ന് കുമളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തും. അപ്പോൾ പറ്റാവുന്ന ആൾക്കാർ പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്നുകൂടി പറയാൻ, ഡേറ്റ് ഒക്ടോബർ 2-ന് വൈപ്പിൽ മാലിപ്പുറം മൈതാനത്ത് വെച്ച് നടക്കുന്നതോ അതല്ലെങ്കിൽ ഒക്ടോബർ 9-ന് രാവിലെ ഹൈക്കോടതി ജംഗ്ഷന് തുടങ്ങിയിട്ട് ഒക്ടോബർ 10-ന് കുമളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുള്ള ധർണയിലോ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കുക. മറ്റുള്ള ആൾക്കാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, എല്ലാ മനുഷ്യനിർമ്മിതമായ കാര്യങ്ങൾക്കും ഒരു അവസാനമുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, 130 വർഷം പഴക്കമുള്ള ഡാം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ സുർക്കിയിൽ പണിതു, ബ്രിട്ടീഷുകാർ പണിതു, അല്ലെങ്കിൽ ഗ്രാവിറ്റി ഡാമാണ് എന്നൊക്കെ പറഞ്ഞാൽ കാലപ്പഴക്കം എപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അറിയിക്കും. ഞാൻ അറിയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ അടിയന്തരമായിട്ട് മാക്സിമം വാട്ടർ ലെവൽ കുറയ്ക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. മനുഷ്യനിർമ്മിതമായ എല്ലാത്തിനും ഒരു അവസാനമുണ്ട് എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇതൊരു ചെറിയൊരു കാര്യമായിട്ട് ആരും കണക്കാക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി ആളുകളുടെ, കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ്റെ വിലയാണത്. അപ്പോൾ അത് ആ ഒരു സീരിയസിൽ തന്നെ എടുക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.